ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാൻസർ, അൾഷിമേഴ്സ്, പിന്നെ പാർക്കിൻസൺ, ഒബിസിറ്റി, ഡയബറ്റിക് ആദിയായ രോഗങ്ങളെ നമ്മളെ മെഡിസിൻ ഫലപ്രദമായി തടയാൻ പറ്റിയ ഫ്ലവനോയിഡുകളുടെ കണ്ടന്റ് ഇത് ഉപയോഗിച്ച് ഉണ്ടായി വരുന്ന ഫ്രൂട്ട്സ്. ലോക ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു വരികയും 2050 ഒരു 950 കോടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഇതിലേക്ക് നമ്മുടെ ഭക്ഷ്യോൽപാദനം ഏതാണ്ട് ഒരു 70% മിനിമം കൂട്ടേണ്ട ഒരു സാഹചര്യമാണ്. ഇന്നത്തെ നിലയിൽ നമ്മൾ ഈ ഉൽപാദനം കൂട്ടുവാൻ കഴിയാത്തത് അന്തരീക്ഷ താപനില ഉയരുകയും അതോടൊപ്പം പെസ്റ്റ്, ബാക്ടീരിയ, വൈറസ് ഇവ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ മൂലം നമ്മുടെ ഉൽപാദനം ഏതാണ്ട് 50 മുതൽ 80 വരെ ശതമാനത്തോളം കുറയാൻ സാധ്യതയുണ്ട്. ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഉൽപാദനം നമ്മൾ ഒരു 50% കൂട്ടണം എന്നതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാകുവാനും ഇടയായിട്ട്. എൻ്റെ പേര് ജോണി. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഇന്നുള്ളത് ഡോക്ടർ ജോർജ് ആണ്. അദ്ദേഹം എച്ച്&ഒ അഗ്രിടെക്കിന്റെ ചെയർമാൻ ആണ്. സാർ വെൽക്കം. എന്താണ് ഇങ്ങനെ ഒരു എച്ച്&ഒ അഗ്രിടെക് എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങാനുള്ള കാരണം, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ കഴിഞ്ഞ 45 കൊല്ലത്തോളമായി വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടറാണ്. ഈ പ്രാക്ടീസിൻ്റെ ഇത്ര കാലത്തെ പ്രാക്ടീസിൻ്റെ ഇടയിൽ കഴിഞ്ഞ ഒരു 10-20 കൊല്ലക്കാലമായി നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസും കമ്മ്യൂണിക്കബിൾ ഡിസീസും വളരെ കൂടുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം അന്വേഷിക്കുമ്പോൾ അത് നമ്മളെ സെല്ലുകളുടെ നാശം കൊണ്ട് സംഭവിക്കുന്ന സെൽ ഡാമേജ് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാരണമാണെന്നും പെസ്റ്റുകളും ഫംഗസ്, വൈറസ്, ബാക്ടീരിയ ഇവ അമിതമായി നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നു എന്നതിൻ്റെ കാരണം കൊണ്ടാണ് ഇവ വരുന്നതും എന്ന് മനസ്സിലായതിൻ്റെ വെളിച്ചത്തിൽ, അതുപോലെ നമ്മൾ ഈ ചെടികൾക്കും വൃക്ഷങ്ങൾക്കും അമിതമായി പെസ്റ്റിസൈഡും ആർട്ടിഫിഷ്യൽ മനുവറും ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ കാരണമാണ് പല രോഗങ്ങളും ഉണ്ടാക്കുന്നതിന് എന്ന് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത പ്രതിവിധി ഉണ്ടാകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മെഡിസിൻ രൂപപ്പെടുത്താനായിട്ടുള്ള ഇടയായിട്ടുള്ളത്. അപ്പം ഇതാണ് എച്ച്&ഒ അഗ്രി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? എച്ച്&ഒ അഗ്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിൻ്റെ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കൃഷിക്കാർക്ക് ഗുണകരമായി ഭവിക്കാൻ പോകുന്നത്. ഫംഗസ്, വൈറസ്, ബാക്ടീരിയ ഇവയെ ചെടിയെ ആക്രമിക്കുന്ന ഈ മൈക്രോ ഓർഗാനിസത്തെ നിർമ്മാർജ്ജനം ചെയ്യുക, അതോടൊപ്പം ഫോട്ടോസിന്തസിസ് കൂട്ടുക, വിളവ് കൂട്ടുക, അതോടൊപ്പം കാർബൺ ഫാമിങ്, കാർബണിനെ മണ്ണിലേക്ക് കൂടുതൽ നിക്ഷേപിക്കുക, ജലാംശത്തെ ചെടിയിൽ പിടിച്ചു നിർത്താൻ സഹായിക്കുക, പിന്നെ ഹെവി മെറ്റൽസ് ക്രോമിയം, കാഡ്മിയം, നിക്കൽ ഇവ കയറിയിട്ടുണ്ടാകുന്ന സെൽ ഡാമേജിനെ നിയന്ത്രിക്കുക, ക്ലോറോഫിൽ ഇൻക്രീസ് ചെയ്യുക, ഫോട്ടോസിന്തസിസ് വർദ്ധിപ്പിക്കുക, പെസ്റ്റിസൈഡ് അടിച്ചത് മൂലമുണ്ടാകുന്ന സൈഡ് എഫക്റ്റിനെ ഇല്ലാണ്ടാക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ഉപയോഗങ്ങൾ. ഇതുകൂടാതെ അന്തരീക്ഷത്തിലും ചെടികളിലും
മനുഷ്യരിലുമുണ്ടാകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ ഈ മെഡിസിന് പ്രത്യേക കഴിവുണ്ട്. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ മെഡിസിൻ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളൊക്കെയാണ്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ശരിക്കും നമ്മൾ ഒരു പ്ലാന്റിലേക്ക് സെർവ് ചെയ്യുമ്പം അവിടെ ശരിക്കും എന്താണ് അവിടെ ഒരു മാറ്റം സംഭവിക്കുന്നത്? ഇതെങ്ങനെയാണ് ഈൽഡിങ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യണത്? ഇത് നമ്മൾ പറഞ്ഞത് ഫോട്ടോസിന്തസിസ്, അത് ഉൽപാദനം കൂട്ടുക എന്നുള്ളതാണ്. ഉൽപാദനം കൂട്ടണമെങ്കിൽ നമ്മളെ സൂര്യപ്രകാശവും വെള്ളം, കാർബൺ ഡയോക്സൈഡ്, ഇവ മൂന്നും കൂടെ യോജിച്ചിട്ടാണ് നമ്മൾ ഗ്ലൂക്കോസായി മാറുക, അല്ലെങ്കിൽ ഉൽപ്പന്നമായി മാറുന്നത്. ഒരു കിഴങ്ങ് വർഗമായാലും അല്ലെങ്കിൽ അതുപോലെയുള്ള ചെടികളുടെ വളർച്ചയായാലും വൃക്ഷങ്ങളുടെ വളർച്ചയായാലും സംഭവിക്കുന്നത് ഈ ഫോട്ടോസിന്തസിസ് മുഖാന്തരം കാർബോഹൈഡ്രേറ്റിന്റെ ഉൽപാദനം നടക്കുക എന്നുള്ളതാണ്. അത് സംഭവിക്കുന്നത് നമ്മൾ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കാനുള്ള റബിസ്കോ എന്ന് പറയുന്ന എൻസൈമാറ്റിക് പ്രവർത്തനമാണ്. എൻസൈമാറ്റിക് ദുരിതങ്ങൾ എൻസൈമാറ്റിക്കിന്റെ പ്രവർത്തനം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഒരു ഉദാഹരണമായിട്ട് നെല്ലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം അമിതമായ അന്തരീക്ഷത്തിലെ താപനില കൂടുന്ന സമയം ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഓക്സിജനും പുറത്തേക്ക് പോകുന്നതും കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് വരുന്നതുമായ ആ ഹോൾസിനെ ആണ് നമ്മൾ സ്റ്റൊമാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ സ്റ്റൊമാറ്റ അമിതമായ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ സ്റ്റൊമാറ്റ അടയ്ക്കുക എന്നുള്ളതാണ്. സ്റ്റൊമാറ്റ അടയ്ക്കപ്പെടുന്നത് കൊണ്ട് സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരാതെയും കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കാൻ പറ്റാതെ ഇരിക്കുമ്പോൾ വിളവ് കുറയുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിന് നമ്മളുടെ മെഡിസിൻ ഒരു ഓപ്പണാക്കി നിർത്തുകയോ അതോടൊപ്പം ജലാംശം കൂടുതൽ പിടിച്ചു വെക്കുന്നത് കൊണ്ട് ഈ ജലാംശം നഷ്ടപ്പെടുന്നത് പരിഹരിക്കാനും നമ്മളെ എച്ചൻഡോ അഗ്രിക്ക് കഴിയുന്നതിനാൽ നമുക്ക് ഈൽഡിങ്ങിന് വരുന്ന തടസ്സങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കുന്ന. അപ്പോൾ ഈ നമ്മളെ കാർബൺ ഡയോക്സൈഡ് ഉള്ളിലോട്ട് വരാതിരിക്കുമ്പോൾ ചെടിയിൽ കാർബന്റെ അംശം, നെല്ലിലെ കാർബന്റെ അംശം 50, അതായത് 10 ലക്ഷത്തിൽ 50 പാർട്ടിക്കിളിൽ താഴെ പോയാൽ കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് എടുക്കുന്നതിന് പകരം ഓക്സിജൻ എടുത്തുകൊണ്ട് ഉള്ള കാർബൺ ഡയോക്സൈഡിലൂടെ പുറത്തേക്ക് വരുന്ന ഒരു പ്രക്രിയയാണ് ചെടിയിൽ നടക്കപ്പെടുന്നത്. അതുമൂലം വിളവ് നമുക്ക് 50% താഴെ പോകുന്നതാണ്. അത് നമ്മളുടെ മെഡിസിൻ എച്ചൻഡോ അഗ്രി കൊണ്ട് പരിഹരിക്കാൻ പറ്റും. സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു 50% ആണെന്നുണ്ടെങ്കിൽ അതൊരു എത്ര ശതമാനം വരെ കൂട്ടാനായിട്ട് സാധിക്കും? നമുക്ക് സാധാരണ ഗതിയില് മണ്ണിന്റെയും പ്രകൃതിയുടെയും ആ വ്യത്യാസങ്ങൾ അനുസരിച്ച് 50 മുതൽ 100% വരെ നമ്മൾ ഈ കഴിഞ്ഞ 15 വർഷക്കാലത്തെ എക്സ്പീരിയൻസ് ഫീൽഡ് സ്റ്റഡിയിൽ നമുക്ക് ഉയർത്താൻ കഴിയും. 15 വർഷത്തെ ഫീൽഡ് സ്റ്റഡി. അതുപോലെ ഇപ്പൊ വ്യാപകമായി നമ്മള് തമിഴ്നാട്, കർണാടക, കേരള കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള ഫീഡ്ബാക്ക് നമുക്ക് അവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടിനനുസരിച്ച് 30 മുതൽ 100% വരെ നമുക്ക് വിളവ് കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഓൾറെഡി എവിടെയൊക്കെയുള്ള കർഷകരൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി? ഇത് നമ്മളിപ്പോ ഏറ്റവും കൂടുതലായിട്ട് കേരളത്തില്, പിന്നെ തമിഴ്നാടിന്റെ ഭാഗങ്ങള്, അതോടൊപ്പം പിന്നെ കർണാടക, ഇതില് ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ടർമാരെ നിയമിച്ചുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും എല്ലാ കർഷകർക്കും സുലഭമായി കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ സാധാരണ മാർക്കറ്റിൽ കണ്ടുവരുന്ന ഇതുപോലെ ഇതിന്റെ ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ട്സ് ഉണ്ടാവുമല്ലോ, ഇപ്പം ബയോസ്റ്റിമുലൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ റീസൺ എന്താണ്? മറ്റ് ബയോസ്റ്റിമുലന്റുകൾ സാധാരണഗതിയിൽ സീവീഡ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സീവീഡ്സ്, കടൽപ്പായൽ. ഈ കടൽപ്പായലിൽ മൈക്രോന്യൂട്രിയന്റ് ആണ് മെയിനായിട്ട് വരുന്നത്. അതുപോലെ കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രക്രിയ. അതേസമയം നമ്മളുടെ ഇതിനകത്ത് ഇത് ഒരു ചെടിയുടെ എക്സ്ട്രാക്റ്റ് ആണ്, ബൊട്ടാണിക്കൽ എക്സ്ട്രാക്ട്. ഈ ബൊട്ടാണിക്കൽ എക്സ്ട്രാക്ട് വരുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾക്ക് മൈക്രോന്യൂട്രിയന്റ് കൂടാതെ രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായുള്ള ഫ്ലവനോയിഡ്സ്, അത് 2-3 ഫ്ലവനോയിഡ്സ്, ഒരുപാട് വെറൈറ്റി ഫ്ലവനോയിഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ ക്വിർസിറ്റിൻ, കാംബിഫറോ, മൈരിസ്റ്റിറ്റിൻ, അങ്ങനത്തെയുള്ള എത്രയോ ഫ്ലവനോയിഡ്സുകൾ
അതുപോലെ പിന്നെ നമ്മൾ സിലിക്കയിൽ അടങ്ങിയിട്ടുള്ള പല എൻസൈമാറ്റിക് ആക്ടിവേഷൻ പ്രോസസ്സ്, ഇതൊക്കെ അടങ്ങിയ ഒരു മെഡിസിനാണ് നമ്മളുടേത്. ഇത് മറ്റ് സീവീഡ്സുമായിട്ട് ഇതിനെ വളരെ വ്യത്യാസപ്പെടുത്തിയിരിക്കുക. ഇത് ആക്ച്വലി ഒരു മെഡിസിൻ ആണ്. മെഡിസിനിൽ, അതായത് ഒരു ഫംഗൽ, ആന്റി ഫംഗൽ, ആന്റി വൈറൽ, ആന്റി ബാക്ടീരിയൽ ഒരു മെഡിസിൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കും. ഞാൻ ഏതാ പെസ്റ്റിസൈഡ് അല്ല എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, നമ്മൾ ഈ ഒരു എച്ചാൻഡോ അഗ്രി എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടാവുന്നത്? മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അതോടൊപ്പം ഞാൻ കാർബൺ ഫാമിംഗ് എന്ന് പറയുണ്ടായി. ഈ കാർബൺ ഫാമിംഗ് അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കുക. ആ കാർബൺ ഡയോക്സൈഡ് ചെടികൾക്കോ അല്ലെങ്കിൽ വൃക്ഷങ്ങൾക്കോ ഉള്ളിൽ വരുമ്പോൾ നമ്മളുടെ ഈ മരുന്നിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക തന്മാത്ര അത് കാർബണെ നേരിട്ട് അറ്റാക്ക് ചെയ്യുക. കാർബണെ നേരിട്ട് മറ്റ് കാർബൺ സിക്വസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് ഒരു എൻസൈമാണ് അതിന് പ്രവർത്തിക്കുന്നത്. കാർബോണിക് അൻഹൈഡ്രേസ് എന്ന് പറയും. ആ കാർബോണിക് അൻഹൈഡ്രേസിന് നമ്മളെ മെഡിസിൻ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കാർബോണിക് അൻഹൈഡ്രേസിന്റെ സഹായമില്ലാതെ തന്നെ നമ്മൾ ഈ മെഡിസിന് അടങ്ങിയിരിക്കുന്ന പ്രത്യേക അയോൺ അല്ലെങ്കിൽ മോളിക്യൂൾ നേരിട്ട് കാർബൺ ഡയോക്സൈഡിലെ കാർബണിനെ അറ്റാക്ക് ചെയ്യും. അത് ബൈകാർബണേറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ചെടിയിൽ സൂക്ഷിക്കുകയും അതുവഴി ഒരു വേരുകളിൽ കൂടി തണ്ടിലും അതോടൊപ്പം വേരുകളിൽ കൂടി എക്സുഡേറ്റ് ആയിട്ട് മണ്ണിലേക്ക് കൊടുക്കുകയും അതോടൊപ്പം ഇതിൻ്റെ തണ്ടും വേരും അഴുകുന്നതോടുകൂടി കാർബണിൻ്റെ അംശം മണ്ണിൽ വളരെ കൂടുതൽ സിക്വസ്ട്രേഷൻ അല്ലെങ്കിൽ കൂടുതൽ അതിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ. അതുപോലെ പി എച്ച് നിയന്ത്രിക്കുക സഹായിക്കുന്നു. അതോടൊപ്പം മണ്ണിലെ നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയയ്ക്ക് ഈ ബാക്ടീരിയയ്ക്ക് തന്നെ ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുക, ഒരു കെമിക്കൽസ് ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുക. ആ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു നൊഡ്യൂൾ നൈട്രജൻ ഫിക്സേഷൻ ആവശ്യമായ ഒരു നൊഡ്യൂൾ ഫോർമേഷൻ ഉണ്ടാകപ്പെടുന്നുള്ളൂ. ആ നൊഡ്യൂൾ ഫോർമേഷന് വേണ്ടി നമ്മളുടെ മെഡിസിൻ ഒരു സിഗ്നൽ മോളിക്യൂളായി പ്രവർത്തിക്കുകയും നൈട്രജൻ ഫിക്സേഷനെ 50% സഹായിക്കുകയും ചെയ്തു. അതുവഴി നൈട്രജൻ വളങ്ങൾ അതുപോലെ ഫോസ്ഫറസ് വളങ്ങൾ ഉപയോഗം നമുക്ക് പകുതിയാക്കി കുറയ്ക്കാനും ഈ നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗം നിമിത്തം ഉപയോഗിക്കപ്പെടാതെ വരുന്ന സാധാരണഗതിയിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന നൈട്രജൻ വളങ്ങളുടെ 40% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആ ബാക്കി വരുന്ന നൈട്രജൻ ഓക്സൈഡായിട്ട് അന്തരീക്ഷത്തിലേക്ക് നൈട്രജൻ ഓക്സൈഡായിട്ട് ബഹിർഗമിക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ഹരിതഗൃഹവാതകം എന്ന് പറയുന്നത്. അത് കാർബൺ ഡയോക്സൈഡിനേക്കാളും 300 ഇരട്ടി താപത്തെ അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്താൻ വരിക. നൈട്രസ് ഓക്സൈഡിന്റെ ഒരു മോളിക്യൂളിന് കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്യൂളിനേക്കാൾ 300 ഇരട്ടി താപത്തെ 114 വർഷം അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്തും. അപ്പൊ ഇതിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ ഈ നൈട്രസ് ഓക്സൈഡിന്റെ എഫക്റ്റ് എത്രയാണെന്ന് നമ്മൾക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ഈ നൈട്രജൻ വളങ്ങളുടെ ഉപയോഗത്തെ നമ്മൾ ഏതാണ്ട് പകുതിയായി കുറയ്ക്കാനും അതുവഴി ഉണ്ടാകുന്ന അന്തരീക്ഷ താപത്തെ കൺട്രോൾ ചെയ്യാനും അതുപോലെ മീഥൈനുമായി പ്രവർത്തിച്ചിട്ട് മീഥൈനെ മറ്റു ചില ഘടകങ്ങളായിട്ട് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറയ്ക്കാനും ഈ അടങ്ങിയിരിക്കുന്ന മോളിക്യൂളുകൾ സഹായിക്കും. നമ്മൾ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും അതുപോലെ കെമിക്കൽ സ്റ്റിമുലൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മണ്ണിനെ ഒരു കുറച്ച് നാളത്തേക്ക് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ മണ്ണിന്റെ ഡിഗ്രേഡ് ചെയ്യപ്പെടുക, മരുഭൂമിയായി മാറിക്കൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത മണ്ണ് ഡിഗ്രേഡ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് ഫെർട്ടിലിറ്റി കൂടുവാണ്. ഒരു പ്രാവശ്യം നമ്മള്
അഗ്രികൾച്ചർ ഇപ്പം എന്ത് ചെയ്താൽ പോലും ഫാമിംഗ് ചെയ്താൽ പോലും അടുത്ത പ്രാവശ്യം അതിനേക്കാൾ അപ്പുറത്തേക്ക് അപ്ഗ്രേഡ് ആയി മാറുക. ഈ കശുമാവിലെ ഉപയോഗക്രമത്തെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കശുമാവില് നമ്മൾ ഉപയോഗിക്കേണ്ട സമയം, ചെറിയ കശുമാവിന് നമ്മൾ വളർച്ചയ്ക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, സ്പ്രേ ചെയ്യാം. അത് ഒരു പുതുമഴ പെയ്യുമ്പോൾ ഒന്ന്, പിന്നെ ഒരു സെപ്റ്റംബർ ടു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ, പിന്നെ ലാസ്റ്റ് ഒരു ഡിസംബറിൽ. അങ്ങനെ നമുക്കൊരു 3 ആപ്ലിക്കേഷൻ. ഇത് ഇളം തളിരും പൂവും കൂടെ വരുന്ന സമയത്താണ്, പൂവും തളിരും കൂടെ വരുന്ന സമയം. ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം. സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മാസത്തില്, പിന്നെ അത് തളിപ്പ് വരുന്നത് സാധാരണ ഒക്ടോബർ നവംബർ ആ മാസങ്ങളിലാണ് നമ്മൾ തളിപ്പ് വരുന്ന സമയമായിട്ട്. പിന്നെ കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരാം. ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് ഡോസ് അപ്ലൈ ചെയ്യണം. സെക്കൻഡ് ഡോസ് നമ്മൾ ഒരു മാസം കഴിഞ്ഞ്, പിന്നെ തേർഡ് ഡോസ് നമ്മളൊരു ജനുവരി ഫെബ്രുവരിയോടുകൂടി തേർഡ് ഡോസ്. അങ്ങനെ ഒരു 3 ആപ്ലിക്കേഷനാണ് നമ്മൾ കശുമാവിൽ കൊടുക്കേണ്ടത്. അത് നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ഇത് 5 ml എച്ച്&ഒ അഗ്രി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ആണ് എച്ച്&ഒ അഗ്രി ഉണ്ടാക്കേണ്ടത്. ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ആ അനുപാതത്തിൽ സ്പ്രേ ചെയ്യുക. ഈ കശുമാവിലൊക്കെ കണ്ടുവരുന്ന ഈ കൊമ്പുണങ്ങല് അതുപോലെ തുടങ്ങിയ രോഗങ്ങളുണ്ടല്ലോ, അതിനൊക്കെ എങ്ങനെയാ സഹായകമാകുന്നത് മരുന്ന്? കശുമാവിന് നമ്മൾക്ക് മരുന്ന് നമ്മൾ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഇളം ഇലകൾ വരുന്ന സമയം, ഇലയും പൂവും കൂടെ വരുന്ന സമയത്താണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇത് ആ സമയത്ത് തേയിലക്കൊതുക് ഈ ചെറിയ തളിര് ഇലകളിൽ കുത്തി അതിനകത്തേക്ക് ഫംഗസ് കയറുന്നത് കൊണ്ടാണ് കൂടുതലായും ഈ ഫംഗസ് ബാധ ബാധിച്ചിട്ട് കൊമ്പ് ഉണങ്ങിപ്പോകുക. അത് ആ തേയിലക്കൊതുകിനെ നിയന്ത്രിക്കാനും അതോടൊപ്പം ഈ ഫംഗസ് ബാധയെ തടയാനും ഈ മെഡിസിൻ വളരെ ഫലപ്രദമാണ്. അതോടൊപ്പം പിന്നെ പിഞ്ചണ്ടി പൊഴിഞ്ഞു പോകുക, പിഞ്ചണ്ടി പൊഴിഞ്ഞു പോകുന്ന നമ്മൾ അതുപോലെ പൂ കരിഞ്ഞു പോവുക. പൂ കരിഞ്ഞു പോകുന്നത് കൂടുതലായി മഴക്കാറുള്ള സമയങ്ങളിൽ, സാധാരണഗതിയിൽ നമ്മൾ സാധാരണ പറയുന്നതാണ് മഴക്കാറുണ്ട്, കണ്ടമാനം മഴക്കാറുണ്ട്, ഇപ്പോൾ പൂ മുഴുവൻ കരിഞ്ഞു പോകും എന്ന ഒരു സാധാരണ പറച്ചിൽ നമ്മളെ നാട്ടിൻപുറങ്ങളിൽ എല്ലാം കണ്ടുവരുന്നു. അത് നമ്മളുടെ മെഡിസിൻ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ആന്തോസൈനിൻ സൂര്യപ്രകാശത്തിൻ്റെ അമിതമായ റേഡിയേഷൻ, UV റേഡിയേഷൻ, അൾട്രാവയലറ്റ് രശ്മികളെ ഫിൽട്ടർ ചെയ്യാൻ അല്ലെങ്കിൽ തടയാൻ ഫലപ്രദമാണ്. അപ്പോൾ ഈ സാധാരണഗതിയിൽ സൂര്യപ്രകാശം തുടർച്ചയായിട്ട് ഇലകളിൽ പതിക്കുക. ആ ഇലകളിൽ തുടർച്ചയായി പതിക്കുമ്പോൾ വളരെ ഒരു കുറഞ്ഞ അളവിൽ മാത്രമേ സൂര്യപ്രകാശം, അതായത് 1 മുതൽ മാക്സിമം 5 വരെ % സൂര്യപ്രകാശമായ ചെടികൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. ബാക്കി മുഴുവൻ ഹീറ്റ് എനർജി ആയിട്ട് പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ എല്ലാ ചെടികളിലും അത് തന്നെയാണ് രീതി. അപ്പോൾ ഹീറ്റ് എനർജി ആയിട്ട് പുറത്തേക്ക് വിടുന്ന സമയത്ത് മഴക്കാറ് കയറുമ്പോൾ ഈ സൂര്യപ്രകാശത്തിൻ്റെ ചെടികളിൽ പതിക്കുന്ന അളവ് മഴക്കാറ് കാരണം ഒരു ഷെയ്ഡായി മാറുക, ഷെയ്ഡായിട്ട്. ആ ഷെയ്ഡ് വരുന്നത് കൊണ്ട് ഈ സൂര്യപ്രകാശം അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ UV റേഡിയേഷനെ ആ സമയത്തേക്ക് അധികം പുറത്തേക്ക് തള്ളേണ്ട, ഹീറ്റ് എനർജി ആയിട്ട് പുറത്തേക്ക് തള്ളേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ ക്ലൗഡ്സ്, അതായത് മഴക്കാറ് മാറുകയും വീണ്ടും സൂര്യപ്രകാശം അതിശക്തമായി ചെടികളിൽ വന്ന് പതിക്കുകയും ചെയ്യും. ആ ചെടികളിൽ വന്ന് പതിക്കുന്നത് കൊണ്ട് ആ ചെടികൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ്, അതായത് സൂര്യപ്രകാശത്തെ ഹീറ്റ് എനർജിയായി പുറത്തേക്ക് വിടാൻ ഉള്ള ആ ചെടികളിലെ അഡ്ജസ്റ്റ്മെന്റ് ആകുന്നത് വരെ ഉള്ള ഏതാനും സെക്കൻഡുകൾ കൂടുതൽ സൂര്യപ്രകാശം കണ്ടിന്യൂസ് ആയി പതിക്കുന്നത് കൊണ്ട് പൂ കരിഞ്ഞു പോകുന്ന ഒരു സംഗതിയാണ് നടന്നു വരുന്നത്. അതുകൊണ്ട് ഈൽഡിങ്ങിനെയും അത് നമ്മൾക്ക് ബാധിക്കും. നമ്മള് നടുന്ന ചെടികളിലും അതുപോലെ മരങ്ങളിലൊക്കെ ഇതെങ്ങനെയാണ് സഹായകമാകുന്നത്?
നമ്മൾ ഒരു കട്ടിങ്സ് ഉപയോഗിച്ച് നടത്തുവോ അല്ലെങ്കിൽ ചെറിയ തൈകൾ നമ്മൾ ഏതാനും ആഴ്ചകൾ വെച്ചതിന് ശേഷം നടുകയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേര് അല്ലെങ്കിൽ ഈ കട്ടിങ്സ് നമ്മൾ ഇതിൽ 5 ml 1 ലിറ്റർ വെള്ളത്തിലാക്കിയ എച്ച് അഗ്രി മിക്സിൽ 1 മണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നടുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വേര് പിടിക്കുകയും അത് നമ്മൾക്ക് നഴ്സറിയിലേക്ക് മാറ്റുകയും ആ നഴ്സറിയിൽ ഉള്ള ചെടികൾക്ക് ഈ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ ധാരാളം ആരോഗ്യമുള്ള വേരുകൾ കൂടുതലായി ഉണ്ടാകാൻ ഇത് സഹായിക്കും. പഴവർഗ്ഗങ്ങൾ വരുന്ന മരങ്ങൾക്ക് ഇത് എങ്ങനെയാണ് സഹായമാകുന്നത്? അതുപോലെ അതിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള രോഗങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ ഒന്ന് പറയാം. പ്രധാനമായിട്ടും ഫംഗസ് മൂലം ഈ പഴം ഇതിൻ്റെ കായ്കൾ ഫംഗസ് ബാധിച്ച് അഴുകി പോവുക, ഇതൊരു പ്രധാന ഘടകമാണ്. അതുപോലെ ചെറുപ്രായത്തിൽ തന്നെ പൊഴിഞ്ഞു പോവുക, ഇത് നമ്മൾക്ക് ഈ മെഡിസിന് ഫലപ്രദമായിട്ട് തടയും. അതോടൊപ്പം എന്നാ വെച്ചാൽ കായ കൂടുതൽ പിടിക്കാൻ പോളിനേറ്റേഴ്സിന് നമ്മൾ തേനീച്ച പോലെയുള്ള പരാഗണ ജീവികളെ ആകർഷിക്കാൻ ഇതിൻ്റെ ചെടികളുടെ പൂക്കൾക്ക് ഒരു ബ്രൈറ്റ്നസ്, കളർ കൊടുക്കുക, പിഗ്മെന്റേഷൻ അത് കൊടുക്കുന്നതുകൊണ്ട് ഈ വക ജീവികളെ ഈ ഇതിലേക്ക് അട്രാക്ട് ചെയ്യും, ആകർഷിക്കും. അതോടൊപ്പം ശത്രുകീടങ്ങളെ, ഈ ചെടി ഉൽപ്പാദിപ്പിക്കുന്ന ചില ആൽക്കലോയിഡുകൾ ശത്രുകീടങ്ങളെ അകറ്റുവാൻ തക്കമുള്ള ചില രാസഘടകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് വിടുന്നത് കൊണ്ട് ഈ ശത്രുകീടങ്ങൾ കൂടുതലും ഇതിന്റെ അടുത്തേക്ക് അടുക്കുന്നില്ല. ഇപ്പൊ ഈ വാഴയിലൊക്കെ കണ്ടുവരുന്ന ഈ കൂമ്പൂറുകളൊക്കെ തടയാൻ ഇതെങ്ങനെ സഹായമാവുമെന്നൊന്ന് പറയാമോ? വാഴയിൽ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് ഇവിടെ കണ്ടുവരുന്ന പ്രധാന രോഗങ്ങളായിട്ടുള്ള ഫംഗസ് മൂലമുണ്ടാകുന്ന സിഗാട്ടോക, അത് അത് എന്നാ ബ്രൗൺ പുള്ളിക്കുത്ത് വന്നിട്ട് ഇല കരിഞ്ഞു പോകുന്ന ഒരു രോഗമാണ് നമ്മൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതോടൊപ്പം കൂമ്പ് കുറുകി പോകുന്നു, പിന്നെ പിണ്ടിപ്പുഴു, വേരഴികൾ, ഇതൊക്കെ പ്രധാനമായിട്ട് വരുന്നവരാണ് വാഴയിൽ വരുന്നത്. ഇത് വാഴയ്ക്ക് കൂമ്പ് കുറുകൽ നമ്മളെ അടിച്ചിട്ട് അടുത്ത കൂമ്പ് വരുന്ന സമയത്ത് ആ നല്ല ശക്തിയായ കൂമ്പ് തള്ളി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഉപയോഗിക്കുന്നത്. അതേസമയം അതുപോലെ തന്നെ നമ്മളെ ഈ ഇല കരിഞ്ഞു പോകുന്ന നിലവിൽ അടിക്കുന്ന സമയത്ത് എവിടെ ഇല കരിച്ചിൽ വരെ ഉണ്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് 1 ഇഞ്ച് പോലും മൂവ് ചെയ്യത്തില്ല. പുതിയ വരുന്ന ഇലയിൽ ആ പ്രശ്നം ഉണ്ടാവുകയില്ല. അതുപോലെ പിണ്ടിപ്പുഴുവും ഞങ്ങൾ ഫീൽഡ് സ്റ്റഡിയിൽ ഒരേ ഫീൽഡിൽ ചെയ്ത ആളുകൾ അവിടുത്തെ കർഷകൻ തന്നെ നമ്മളെ ചെയ്തതും ചെയ്യാത്തതും തമ്മിലുള്ള വ്യത്യാസം അവിടുത്തെ പിണ്ടി കീറിക്കൊണ്ട് നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ചെയ്യാത്ത സ്ഥലത്തെ പിണ്ടിപ്പുഴു വാഴയുടെ പിണ്ടി കീറിക്കൊണ്ട് പിണ്ടിപ്പുഴു ഉണ്ടായിരുന്നെന്നും ചെയ്ത സ്ഥലത്ത് അത് പോള കീറിക്കൊണ്ട് നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് പിണ്ടിപ്പുഴു ഇല്ല എന്ന് കർഷകൻ തന്നെ നമ്മളെ പറഞ്ഞു കാണിച്ചു തന്ന സിറ്റുവേഷൻ നമ്മളെ അനുഭവത്തിൽ. നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് മരുന്ന് ഉപയോഗിക്കേണ്ടതൊക്കെയുള്ള രീതികളൊക്കെ വാഴയിൽ നമ്മൾ ഇത് നടുന്ന സമയത്ത് ഇതിൻ്റെ വാഴക്കന്ന് അതിൻ്റെ അല്ലെങ്കിൽ വാഴത്തട അത് നമ്മൾ പിരിച്ചു വെക്കുന്ന വാഴക്കന്ന് ഈ എച്ച് അഗ്രി 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിനകത്ത് ഒരു മണിക്കൂർ മുക്കി വെച്ചാൽ വാഴയുടെ കന്നിനെ ബാധിക്കുന്ന ഫംഗസ്, വൈറസ്, ബാക്ടീരിയ ഇവയെ നമുക്ക് നിയന്ത്രിക്കാനും അതോടൊപ്പം നല്ല കരുത്തുള്ള വേരു വളരാനും ഉപകരിക്കും. കൂമ്പുകുറുകലിനെ നമ്മൾ ചുവട്ടിലൊഴിക്കുന്നതിനോടൊപ്പം കൂമ്പ് അഴുകി പോകാതിരിക്കാനും കൂമ്പുകുറുകലിനും കൂമ്പിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും അതോടൊപ്പം ഇലയിൽ സ്പ്രേ ചെയ്യും. ഇവയെ ഫലപ്രദമായിട്ട് നമുക്ക് തടയാൻ പറ്റും. നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിൽ കണ്ട് നമ്മൾ മെയിനായിട്ട് കൃഷി ചെയ്യുന്ന ഈ മഞ്ഞള്, അതുപോലെ ഇഞ്ചി, ഈ ചേമ്പ്, ഈ തുടങ്ങിയ ചെടികളിലൊക്കെ ഈ വേരഴുകലും മഞ്ഞളിപ്പും ഒക്കെ തടയാനായിട്ട് ഇതെങ്ങനെ സഹായകമാകും? ഇഞ്ചി അതുപോലെ മഞ്ഞൾ ഇവയുടെ ഇലകളെ സ്ട്രെയിറ്റ് ആക്കി നിർത്തുക എന്നുള്ളതാണ്. സ്ട്രെയിറ്റ് ആക്കി നേർക്ക് നിർത്തുമ്പോൾ ഈ ഇലയുടെ 2 വശത്തും സൂര്യപ്രകാശം അടിച്ച് പിന്നെ ഫോട്ടോസിന്തസിസ്
ഇൻക്രീസ് ചെയ്യാനും ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ ഇലകൾ സ്ട്രെയിറ്റ് ആയിട്ട് വരും. അപ്പോൾ 2 വശത്തും സൂര്യപ്രകാശം അടിക്കാനും സൂര്യപ്രകാശം കൂടുതൽ അബ്സോർബ് ചെയ്യാനും അതിൽ ക്ലോറോഫിൽ ഇൻക്രീസ് ചെയ്യാനും അതുമൂലം വിളവ് നമ്മൾക്ക് വളരെ കൂടുതലായിട്ട്. ഈ നെല്ല് കർഷകർക്ക് ഇതെങ്ങനെയാ സഹായമാകുന്നത്? നെല്ല് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് നമ്മൾ ഇത് മിക്സ് ചെയ്യേണ്ട വിധം തന്നെ 5 ml 1 ലിറ്റർ വെള്ളത്തിലാണ്. ഇത് വിത്ത് നമ്മൾ ഇതിനകത്ത് ഒരു 3-4 മണിക്കൂർ ആദ്യം തന്നെ മുക്കിയിടാവുന്നതാണ്. വിത്ത് തന്നെ ഇതിനകത്ത് മുക്കി വെക്കണം. അത് മുക്കി വെച്ചതിന് ശേഷം നമ്മൾക്ക് ഞാറ് നടുന്നതിന് ഉപയോഗിക്കാം. അതോടെ അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് മുളപ്പിച്ച ശേഷം കണ്ടത്തിൽ നേരിട്ട് വിതയ്ക്കാം. ഈ 2 പ്രക്രിയയിലും നമ്മളിത് വിത്ത് മുക്കി വെക്കണം. വിത്ത് ഞാറ് നടുന്ന ഇതിലാണെങ്കിൽ ഞാറ് പറിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് നമുക്കൊരു സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷമാണെങ്കിൽ ഇത് പറിക്കുമ്പോൾ പറിച്ചു നടുമ്പോൾ മൂലമുണ്ടാകുന്ന ആ ക്ഷീണം ഈ കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് ഒരു മാസം അങ്ങനെ ഞാറ് നടുന്നതിന് ഏതാനും ദിവസം മുമ്പ് സ്പ്രേ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സ്പ്രേ ചെയ്യാം. അല്ല, ആ സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്യുന്നില്ല എങ്കിൽ നട്ട് കഴിഞ്ഞിട്ട് ഉടനെ നമുക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ സ്പ്രേ ചെയ്യേണ്ടതാണ്. പിന്നീട് നമ്മൾ ഒരു മാസം ഇടവിട്ടിട്ട് ഇത് ഒരു 3-4 വട്ടം സ്പ്രേ ചെയ്യുക. അതുമൂലം നമ്മൾക്ക് ബാക്ടീരിയ ബ്ലാസ്റ്റ് അതോടൊപ്പം പിന്നെ ഫംഗസ് മൂലമുണ്ടാകുന്ന ഇലപ്പുള്ളി രോഗം, മഞ്ഞളിപ്പ് ഇവയെല്ലാം ഫലപ്രദമായിട്ട് തടയാനും. അതുപോലെ ഈൽഡിങ്ങിൽ നമുക്ക് ഫീൽഡ് സ്റ്റഡിയിൽ ഒരു 4-5 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ 30 മുതൽ 100% വരെ, അതായത് 50 സെന്റ് സ്ഥലത്തിൽ 750-800 കിലോ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് 1750-1800 കിലോ വരെ വിളയുന്ന കാഴ്ച, 100% വരെ ഉൽപാദനം നടന്നിട്ടുള്ള പല കർഷകരും നേരിട്ട് കാണുകയും കർഷകർ നമ്മളെ വിളിച്ചു. അത് നമ്മളെ ഉളിക്കലാണ് മെയിനായിട്ട് ചെയ്തിട്ട്, ഉളിക്കൽ എന്നുള്ള സ്ഥലത്താണ് നെല്ലിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്റ്റഡി ചെയ്യും. അതുപോലെ നമ്മുടെ ഈ വയനാട്ടിലും ഇടുക്കിയിലുമുള്ള കർഷകരൊക്കെ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, കൃഷി ചെയ്യുന്നതാണ് ഈ തേയില, കാപ്പി അതുപോലെയുള്ള ചെടികൾ. അപ്പം ആ ഒരു ചെടികളിൽ കണ്ടുവരുന്ന എന്തൊക്കെയാണ് രോഗങ്ങളും അതിന്റെ ഡിഫെൻഡീവ് മെത്തേഡ്സും ഒക്കെ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് മരുന്ന് എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളത്? ഈ കാപ്പി തേയില ഇവയ്ക്ക് നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇതിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ക്വാളിറ്റി, കാപ്പി കുരുവിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക. അതുപോലെ തേയിലയുടെ ഇലകളുടെ ക്വാളിറ്റി കൂട്ടുക. അത് അതോടനുബന്ധിച്ച് ഗ്രീൻ ടീക്ക് ഫ്ലവനോയിഡ്സ് ആക്ടിവേറ്റ് ചെയ്യുക. ഗ്രീൻ ടീ കഴിക്കുന്നത് കൊണ്ട് നമ്മള് മനുഷ്യരില് അത് ഇതിന്റെ സെൽ ഡാമേജ്, ഫ്രീ റാഡിക്കൽസ് മൂലമുണ്ടാകുന്ന സെൽ ഡാമേജിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഈ ഗ്രീൻ ടീ, ആ ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡ്സിനെ നമ്മളുടെ മെഡിസിൻ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ക്വാളിറ്റിയും ഗ്രീൻ ടീയുടെ ക്വാളിറ്റിയും ഇലകളുടെ ക്വാളിറ്റിയും വർദ്ധിപ്പിക്കുക. അതിന്റെ ഈ ബാക്ടീരിയൽ പ്രഷർ അല്ലെങ്കിൽ വൈറൽ ലോഡ് ഇത് നമുക്ക് നിയന്ത്രിക്കാം. അതുപോലെ ഇപ്പോൾ തണ്ടുതുരപ്പൻ, കാപ്പിയിലെ തണ്ടുതുരപ്പൻ പുഴുവിനെ നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ വിളവ് കൂട്ടാനും സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഈ കുരുമുളക് കർഷകർക്ക് ഇതെങ്ങനെയാണ് സഹായമാകുന്നത്? അതിൽ മെയിൻ ആയിട്ട് കണ്ടുവരുന്ന രോഗങ്ങളൊക്കെ എന്താണ് എന്ന് പറയാമോ? കുരുമുളകിന് കൂടുതലായിട്ടും പിന്നെ വിൽറ്റ് ഡിസീസ്, ഇത് പിന്നെ വേരഴുകി പോവുക, അതോടൊപ്പം പൊള്ളുണ്ടാവുക, ദ്രുതവാട്ടം, ഫംഗൽ മൂലമുണ്ടാകുന്ന ഇത് ബാക്ടീരിയ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിന്റെ ഈൽഡിങ് വർദ്ധിപ്പിക്കാനും ഈ അഴുകൽ തടയാനും വേരിന്റെ ഫൈറ്റോതോറ മൂലമുണ്ടാകുന്ന വേരഴുകിനെ തടയാൻ ഈ മെഡിസിന് സഹായമാകും. അതോടൊപ്പം നമ്മൾക്ക് പുതിയ കുരുമുളക് ചെടി വേര് പിടിപ്പിക്കാൻ ഇതിന്റെ തണ്ട് മുറിച്ചെടുത്ത് ഈ ലായനിയിൽ
5 ml 1 ലിറ്റർ വെള്ളത്തിൽ ആക്കിയിട്ടുള്ള ആ മിക്സിനകത്ത് നമ്മൾ ഒരു മണിക്കൂർ ഈ തണ്ട് മുക്കി വെച്ചിട്ട് നടുവാൻ എളുപ്പത്തിൽ വേര് പിടിക്കാൻ, അല്ലെങ്കിൽ നഴ്സറിയിലുള്ള തൈകൾക്ക് കേടുകൂടാതെ നല്ല വളർച്ചയ്ക്കും വേരുപടലം കൂടാനും ഇത് വളരെ ഉപകാരപ്രദമാണ്. അത് ഫീൽഡിൽ നഴ്സറിക്കാരും മറ്റുള്ള വലിയ വള്ളികൾക്കും ഇത് വളരെ ഉപകാരപ്പെടും. ഈൽഡിങ് വർദ്ധിപ്പിക്കാനും പിന്നെ തേയിലക്കൊതുകിനെ നിയന്ത്രിക്കാനും എല്ലാം പൊള്ളിനെ നിയന്ത്രിക്കാനും ഹെൽപ്ഫുൾ ആണ്. മലയോര പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന റബ്ബർ കർഷകരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഈ ഒരു റബ്ബർ മരത്തിന് ഇതെങ്ങനെയാണ് ഈ ഒരു മരുന്ന് ഉപയോഗം, അതുപോലെ തന്നെ ഇതിന്റെ ഉപയോഗക്രമം കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? റബ്ബർ മരത്തിന് നമ്മൾ എച്ച് അഗ്രി 5 ml 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിലാക്കിക്കൊണ്ട് പട്ടയിൽ സ്പ്രേ ചെയ്യാം. പട്ടയിൽ സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്യാം. അത് നമ്മൾക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ സ്പ്രേ ചെയ്യണം പട്ടമരപ്പിന് വേണ്ടി. അതോടൊപ്പം പട്ടമരപ്പ് ഉള്ളതിനാണെങ്കിൽ നമുക്ക് പട്ട അടക്കം ഇത് എച്ച് അഗ്രി മിക്സ് കൊണ്ട് വാഷ് ചെയ്ത് ഇത് ചുവട്ടിലേക്ക് വരത്തക്ക രീതിയിൽ 1-2 ലിറ്റർ വീതം ഇത് കഴുകി വീഴത്തക്ക രീതിയിൽ ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഈൽഡിങ്ങും അതായത് പാലുൽപാദനം കൂട്ടാം, പട്ടമരപ്പ് ഇത് നിയന്ത്രിക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഈ ജാതിമരം ഇവിടെ മോസ്റ്റ് പ്രോബബ്ലി ആൾക്കാർ കൃഷി ചെയ്യുന്നതാണ്. അപ്പം ഈ ജാതിയിൽ എന്തൊക്കെ രോഗങ്ങളാണ് കണ്ടുവരുന്നത്, അതുപോലെ എന്തൊക്കെയാണ് ഈ ഒരു മരുന്ന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇത് ജാതിയിൽ നമ്മൾ എച്ച് അഗ്രി 5 ml 1 ലിറ്റർ വെള്ളത്തിലാക്കി ആ മിക്സ് ഉണ്ടാക്കേണ്ടതാണ്. അത് കായപൊഴിച്ചില് ജാതിയിൽ കണ്ടുവരുന്ന കായപൊഴിച്ചിൽ തടയാൻ പറ്റും. അതിൽ കായ അഴുകി പോകുന്ന ഇതിനെ തടയുക. അതോടൊപ്പം ജാതി പത്രിയുടെ വലിപ്പം കൂട്ടുക, ജാതി പത്രിക്ക് കനം കൂട്ടുക, ജാതിക്കായുടെ വലിപ്പം കൂട്ടുക. ഇതൊക്കെയാണ് നമുക്ക്. അതുപോലെ വേരഴുകി പോകുന്ന പ്രശ്നം, അതുപോലെ വളർച്ചയ്ക്ക് ഫംഗസ്, വൈറസ്, ബാക്ടീരിയ ഇവയുടെ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, പൊഴിച്ചില്, ജാതി പൊഴിച്ചില്, ഇതെല്ലാം ഫലപ്രദമായിട്ട് തടയാൻ പറ്റും. അതുപോലെ ഒരു കർഷകൻ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന 2 വിളകളാണ് തെങ്ങും കവുങ്ങും. അപ്പം ഈ തെങ്ങിലെയും കവുങ്ങിലെയും പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതൊക്കെയാണെന്നും അത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മരുന്ന് എങ്ങനെയാ സഹായിക്കുന്നതെന്ന് പറയാമോ? നമ്മൾ തെങ്ങ്, കവുങ്ങ് ഇവയില് ഓലമഞ്ഞളിപ്പ്, അതുപോലെ കൂമ്പുകുറുകൾ, പിന്നെ വേരഴുകി പോകല്, മെച്ചിങ്ങ പൊഴിച്ചിൽ, അതുപോലെ അടയ്ക്ക പൊഴിച്ചിൽ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളെ ഇതിൽ കണ്ടുവരുന്ന ഇത്. അതിൽ യെല്ലോയിങ്, മഞ്ഞളിപ്പ്, കവുങ്ങിൽ ഏറ്റവും കൂടുതൽ മഞ്ഞളിപ്പാണ് ബാധിക്കുന്നത്. ആ മഞ്ഞളിപ്പിൽ ബാക്ടീരിയ കൊണ്ടുള്ള മഞ്ഞളിപ്പ് വരാം, വൈറസ് കൊണ്ടുള്ള മഞ്ഞളിപ്പ് വരാം. ഇത് രണ്ടും നമുക്ക് നമ്മുടെ മെഡിസിന് ചുവട്ടിലൊഴിക്കുക, അതോടൊപ്പം പരമാവധി സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനെ കൊണ്ട് അത് ഫലപ്രദമായി തടയാൻ പറ്റും. അത് മഞ്ഞളിപ്പുള്ളതിന് നമ്മൾ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കവുങ്ങിന് 2 ലിറ്ററും തെങ്ങിന് 3 മുതൽ 5 ലിറ്റർ വരെയും ചുവട്ടിൽ ഒഴിക്കുകയും അധികം പ്രായമില്ലാത്തവന് പരമാവധി സ്പ്രേ ചെയ്യുകയും കൂടെ ചെയ്യേണ്ടതാണ്. ഫലപ്രദമായിട്ട് നമുക്ക് മഞ്ഞളിപ്പ് തടയാൻ പറ്റും. അതുപോലെ ഇപ്പോൾ കൂമ്പ് കുറുകൽ നമുക്ക് ഇത് തടയാൻ പറ്റും. അതുപോലെ ചെമ്പൻ ചെല്ലി ഇതിലുള്ള കീടബാധ മുഖാന്തരം ഉണ്ടായിട്ടുള്ള കൂമ്പ് പഴുപ്പ്, ഇതെല്ലാം നമ്മൾക്ക് മുകളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ അഴുകൽ തടയാൻ പറ്റും. പിന്നെ മെച്ചിങ്ങ പൊഴിയുന്നതും അതുപോലെ അടയ്ക്ക പൊഴിയുന്നതും ഫലപ്രദമായി ഇതിനെ കൊണ്ട് തടയാൻ പറ്റുന്നു. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാല് ഏതൊരു ചെടിക്കും അല്ലെ, ഏതൊരു ചെടിക്കും മരത്തിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. നമ്മൾക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗസ്, വൈറസ്, ബാക്ടീരിയ മാത്രമല്ല, ഇതിൽ നിന്ന് ഒരു റെസിഡ്യൂ നമ്മൾക്ക് മനുഷ്യരിലോ മൃഗങ്ങളിലേക്കോ വരാൻ സാധ്യതയില്ല. എന്നാൽ ഇതിനകത്തുള്ള നമ്മൾ ഈ മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് ചെടിയിൽ പ്രതിരോധശേഷി, ഈ ഫ്ലവനോയിഡ്സ് ചെടികളിൽ രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ അത് ഫ്ലവനോയിഡുകൾ ഫ്രൂട്ട്സും പിന്നെ ചെടികളുമാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഫ്രൂട്ട്സിലാണ് മെയിൻ അടങ്ങിയിരിക്കുന്നത്. ആ
ഫ്ലവനോയിഡുകളുടെ ഉൽപ്പാദനം നമ്മളുടെ മെഡിസിൻ കൂട്ടുക. അതോടൊപ്പം നമ്മളുടെ മെഡിസിൻ ഫ്ലവനോയിഡ്സ് ഓൾറെഡി അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിനകത്തേക്ക് സ്പ്രേ ചെയ്യപ്പെടുന്നുണ്ട്, ആ ഫ്ലവനോയിഡ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുമൂലം ഈ മെഡിസിൻ ഉപയോഗിച്ച് വരുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ആദ്യമായ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാൻസർ, അൾഷിമേഴ്സ്, പിന്നെ പാർക്കിൻസൺ, ഒബിസിറ്റി, ഡയബറ്റിക് ആദിയായ രോഗങ്ങളെ നമ്മളെ മെഡിസിൻ ഫലപ്രദമായി തടയാൻ പറ്റിയ ഫ്ലവനോയിഡുകളുടെ കണ്ടന്റ് ഇത് ഉപയോഗിച്ച് ഉണ്ടായി വരുന്ന ഫ്രൂട്ട്സ് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് മനുഷ്യരിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പത്തെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇപ്പത്തെ ഒരു പോക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30-35 വയസ്സ് അത് അത്രയും പോലും വേണ്ട, അതിന് മുന്നേ തന്നെ പലപ്പോഴും പല രോഗങ്ങളൊക്കെ ബാധിച്ച് പലപ്പോഴും പല ലൈഫ് സ്റ്റൈൽ ഡിസീസും ബാധിച്ച് ഒരു 50-60 വയസ്സാകുമ്പോഴത്തേക്കും അവര് ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു സാധാരണ മരുന്നല്ല ഇത്, വളരെ ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. അപ്പൊ ഈ ഒരു മരുന്ന് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഹെൽത്തി ഹ്യൂമൻ ബീങ്, സോയിൽ, ഹെൽത്തി ഓഷൻ, അതുപോലെ ഹെൽത്തി എർത്ത് ആക്കി മാറ്റപ്പെടാൻ അറ്റ്മോസ്ഫിയർ. ഹെൽത്തി അറ്റ്മോസ്ഫിയറിനെ നേരത്തെ പറഞ്ഞ അന്തരീക്ഷത്തെ തന്നെ ബാക്ടീരിയ വൈറസിനെ നമ്മളുടെ ഇതിൽ അടങ്ങിയിട്ടുള്ള തന്മാത്രകൾ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ അതിന്റെ സെൽ സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യാൻ പവർഫുൾ ആണ്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോസിന്തസിസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ ആ ഒരു അളവ് പുറത്തേക്ക് നമുക്ക് ഇൻടേക്ക് ചെയ്യുന്ന ആ ഒരു ഓക്സിജൻ നല്ല രീതിയിലുള്ള ഒരു ഓക്സിജൻ ശ്വസിക്കാൻ പറ്റും അല്ലെ? അതാണ് ഞാൻ പറഞ്ഞത്, ഹെൽത്തി അറ്റ്മോസ്ഫിയർ, ഹെൽത്തി സോയിൽ, ഹെൽത്തി ഓഷൻ, ഹെൽത്തി ഇക്കോ സിസ്റ്റം. ഓക്കെ, എന്താണ് ഈ ഒരു എച്ച്&ഒ അഗ്രിടെക്കിന്റെ ഒരു ലക്ഷ്യം എന്നൊക്കെ പറയുന്നില്ലേ? നമ്മൾ എന്താണ് ഫ്യൂച്ചറിലേക്ക് എന്താണ് ഇത് ലക്ഷ്യമാക്കുന്നത്? എച്ച്&ഒ അഗ്രിടെക് എന്താണ് ലക്ഷ്യമാക്കുന്നത്? ഈ ലോക ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു വരികയും 2050 ഒരു 950 കോടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഇതിലേക്ക് നമ്മുടെ ഭക്ഷ്യോൽപാദനം ഏതാണ്ട് ഒരു 70% മിനിമം കൂട്ടേണ്ട ഒരു സാഹചര്യമാണ്. ഇന്നത്തെ നിലയിൽ നമ്മൾ ഈ ഉൽപാദനം കൂട്ടുവാൻ കഴിയാത്തത് അന്തരീക്ഷ താപനില ഉയരുകയും അതോടൊപ്പം പെസ്റ്റ്, ബാക്ടീരിയ, വൈറസ് ഇവ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ മൂലം നമ്മുടെ ഉൽപാദനം ഏതാണ്ട് 50 മുതൽ 80 വരെ ശതമാനത്തോളം കുറയാൻ സാധ്യതയുണ്ട്. ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഉൽപാദനം നമ്മൾ ഒരു 50% കൂട്ടണം എന്നതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഇങ്ങനെയുള്ള ഒരു സംരംഭം ഉണ്ടാകുവാനും ഇടയായിട്ടുള്ളത്. അതാണ് മെയിൻ ആയിട്ട് ഒരു ലക്ഷ്യം. അപ്പൊ ഒരു സാധാരണ പ്രോഡക്റ്റ് അല്ല ഇത്, ഇനി ലോകം മാറ്റിമറിക്കാൻ പോകുന്ന അല്ലെ, കർഷകരുടെ ഇടയിൽ ഒരു വലിയൊരു ഹെൽപ്ഫുൾ ആകുന്ന, കർഷകർക്ക് വളരെ ഫ്രണ്ട്ലി ആകാൻ വേണ്ടി പോകുന്ന ഒരു ഡിഫറെന്റ് പ്രൊഡക്റ്റ് ആയിരിക്കും ഇത്. കാരണം ഇഷ്ടംപോലെ കർഷകർ യൂസ് ചെയ്തിട്ട് അതിന്റെ റിവ്യൂസും അല്ലെ 15 വർഷത്തോളം എടുത്ത് ഫീൽഡ് സ്റ്റഡി നടത്തി ഇറക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ്, അല്ലാണ്ട് ഇന്നലെ ഇന്നും ഉണ്ടായ ഒരു പ്രൊഡക്റ്റ് അല്ല. അപ്പൊ എന്താണെങ്കിലും ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.